നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ മുട്ടിച്ചിറ ശുഹദാക്കളുടെ 189ാമത് ആണ്ട് നേർച്ച ഏപ്രിൽ 5, 6 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ മുട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി തീരുമാനിച്ചതായി മഹല്ല് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 5 ശനിയാഴ്ച അസർ നമസ്കാരാനന്തരം മഖാം സിയാറത്തോടുകൂടി ശുഹദ നേർച്ചയ്ക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന കൊടികയറ്റത്തിന് സയ്യിദ് സലീം ഐദീദ് തങ്ങൾ നേതൃത്വം നൽകും. ഇതോടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ഏപ്രിൽ 6 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രഭാഷണം നടത്തും. സമാപന ദിവസം 6-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നേർച്ചയ്ക്കായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പത്തിരി വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുട്ടിച്ചിറ ശ്രോതാക്കളുടെ നേർച്ചയ്ക്ക് ശനിയാഴ്ച കൊടികയറും. തിരൂരങ്ങാടി ചരിത്രപ്രസിദ്ധമായ മുട്ടിച്ചിറ ശ്രോതാക്കളുടെ 189ാം ആണ്ട് നേർച്ച 2025 ഏപ്രിൽ 5, 6 ശനി, ഞായർ തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ മുട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി തീരുമാനിച്ചു. 5 ശനിയാഴ്ച അസർ നമസ്കാരാനന്തരം മഖാം സിയാറത്തോടുകൂടി ശുഹദാ നേർച്ചയ്ക്ക് തുടക്കമാവും. തുടർന്ന് നടക്കുന്ന കൊടികയറ്റത്തിന് സയ്യിദ് സലീം ഐദീദ് തങ്ങൾ നേതൃത്വം നൽകും. ഇതോടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 6 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കാടൻ അധ്യക്ഷം വഹിക്കും. P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അതിഥിയായി പങ്കെടുക്കും. ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി വൈസ് ചാൻസലർ വഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രഭാഷണം നടത്തും. കോഴിക്കോട് കാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേലി സമാപന പ്രാർത്ഥനക്കും മൗലീദിനും നേതൃത്വം നൽകും. സയ്യിദ് മാനുത്തങ്ങൾ വെള്ളൂർ, സയ്യിദ് വാപ്പിത്തങ്ങൾ കുന്നുംപുറം, സയ്യിദ് YMS തങ്ങൾ മേലാറ്റൂര്, സ്ഥലം മുദരിസ് ഇബ്രാഹിം ബാക്കബി അൽ ഹൈത്തമി എടപ്പാൾ, ഖാദർ ഫൈസി കുന്നുംപുറം, ഇസാഖ് വാക്കബി ചമ്മാട്, മുഹമ്മദ് വാക്കബി യു ഷാഫിയാജി തുടങ്ങി മുട്ടിച്ചിറ ശ്രോതാക്കളുടെ 189ാം ആണ്ട് നേർച്ചയാണ് ഈ ഈ ആഴ്ച നടക്കുന്നത്. പള്ളിയിൽ ഭജന വീക്കുകയായിരുന്ന വിശ്വാസികളെ ബ്രിട്ടീഷുകാർ ആക്രമിക്കുകയും 11 പേർ തൽക്ഷണം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. പ്രദേശത്തെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കുവാൻ ബ്രിട്ടീഷുകാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഈ സംഘടന. മതപരമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് തടയുകയും അതുമൂലം സൗഹൃദ അന്തരീക്ഷം തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു പൊരുൾ. തങ്ങളുടെ വിശ്വാസ നിലനിൽപ്പിന് വേണ്ടിയും ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് മുട്ടച്ചിറയിൽ 11 പേർ വീരബുദ്ധി മരിച്ചത്. അവരുടെ സ്മരണക്കായാണ് എല്ലാ വർഷവും മുട്ടിച്ചിറ ശുഹദാക്കളുടെ നേർച്ച നടത്തിവരുന്നത്. ചരിത്രപ്രസിദ്ധമായ മുട്ടിച്ചിറ ശുഹദാക്കളുടെ 189ാമത് ആണ്ട് നേർച്ച ഈ 5, 6 തീയതികളിൽ പള്ളി പരിസരത്തും പള്ളിയിലും വെച്ച് നടത്താൻ മുട്ടിച്ചിറ മഹല്ല് പരിപാലന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നത് പോലെ തന്നെ ഇത്തവണയും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നേർച്ച നടത്തുന്നത്. മതസൗഹാർദ്ദത്തിന് കേളികേട്ട, മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രമായി മാറിയ ഒരു സമാപനമാണ് ഒരു മുട്ടിച്ചിറയിലെ കലാപം എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്ക് എതിരായി പോരാടി വീരമൃത്യു വരിച്ച 11 ശുഹദാക്കളുടെ ഓർമ്മകൾ പുതുക്കുന്നതാണ് മുട്ടിച്ചിറ ശുഹദാക്കളുടെ ആണ്ടു നേർച്ച. ആ ആണ്ടു നേർച്ചയുടെ നേർച്ച എല്ലാ വർഷവും ശവ്വാൽ 6-നാണ് നടത്തി വരാറ്. ഈ വർഷവും ശവ്വാൽ 6-നാണ് നേർച്ചയുടെ സമാപനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതോടൊപ്പം തന്നെ മറ്റു സാമൂഹിക രാഷ്ട്രീയ മേഖല പ്രമുഖരുടെയും പങ്കാളിത്തം ഈ നേർച്ചയ്ക്ക് പരിപാടിയിലുമുണ്ട്. നേർച്ചയുടെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നേർച്ചയ്ക്ക് കൊണ്ടുവരുന്ന പത്തിരി വിതരണമാണ് നേർച്ചയിലെ പ്രധാനപ്പെട്ട അന്നദാനം.
ആ ആളുകൾ നേർച്ചയാക്കുന്ന പത്തിരി രാവിലെ മുതൽ കൊണ്ടുവരികയും അതോടൊപ്പം നേർച്ച തുകയും കൊണ്ടുതരികയും അത് തിരിച്ചു വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യലാണ് സാധാരണ പതിവ്. ഈ വർഷവും അത് മുടങ്ങാതെ തുടരുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും വിശ്വാസപരവും മതപരവുമായ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ധീരരായ 11 പേരുടെ പവിത്രമായ സ്മരണയാണ് ഈ നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ ഇന്നത്തെ സൗഹൃദം നിലനിൽക്കുന്നതും ഇവരുടെ ജീവിതം ശുഹദാക്കളെ ജീവിതം ശുഹദാക്കളായതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കളിയാട്ടക്കാവും മുട്ടിച്ചിറയുമൊക്കെയും മമ്പുറം തങ്ങളും മുട്ടിച്ചിറയും തമ്മിലും ഉള്ള സൗഹാർദ്ദത്തിൻ്റെ ബന്ധം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ നേർച്ച ഇത്രയും വിപുലമായി തന്നെ നടത്തുവാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ മഹല്ല് ഭാരവാഹികളായ പൂക്കാടൻ മുസ്തഫ ഹാജി, അബ്ദുസലീം കൈതകത്ത്, അനീഫ അച്ചാട്ടിൽ, ഹനീഫ മൂന്നിയൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.